ദാ ഈ ഫോട്ടോയിൽ കാണുന്ന ഇവനെ കണ്ടോ? നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? എന്നാ നോക്കി വെച്ചോ. ഇവന്റെ പേരാണ് ജസ്സില്. എന്താണ്? ജസ്സില്. ഇവൻ എവിടെയാണെന്നറിയോ? നാട്ടില് മലപ്പുറം ജില്ലക്കാരനാണ്. എവിടെ? മലപ്പുറം ജില്ലക്കാരൻ. ഇവൻ എന്താ കാണിച്ചതെന്ന് നിങ്ങൾക്കറിയോ? ഇവൻ എന്താ കാണിച്ചതെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ഇവനെ പറയും. എന്താണ് ഇവൻ കാണിച്ചതെന്നറിയോ? എന്നാ നിങ്ങൾ കണ്ടു നോക്ക്. കണ്ടില്ലേ? അങ്ങനെ ഒരു ഇൻട്രോ കൊടുത്തപ്പോ നിങ്ങൾ വിചാരിച്ച് ഞാൻ എന്തോ ഓനെ മോശം പറയാൻ വരുന്നതാണല്ലേ? നമ്മളെ മുത്താണ് ഓന്, നമ്മളെ മുത്ത്, മലയാളികളുടെ അഭിമാനം. കണ്ടില്ലേ? കണ്ടാ? കുഞ്ഞ് തൂങ്ങി കിടക്കാണ്. കണ്ടില്ലേ? എന്റെ മുത്ത് പിടിച്ചിക്കാണ് ആ കുഞ്ഞിനെ. എന്റെ കുഞ്ഞിനെ ആ മുത്ത് പിടിക്കും. മനസ്സിലായ? മലപ്പുറം ജില്ലക്കാരനാണ്. എന്തോ വിചാരിച്ചല്ലേ നിങ്ങള്? ഞാൻ എന്തോ മോശം പറയാൻ വരുന്നെന്ന് വിചാരിച്ചല്ലേ? ഏ ഓന് നമ്മളെ മുത്താണ്. ഇന്ന് ലണ്ടനില് അല്ലെങ്കിൽ ലോക മാധ്യമങ്ങളില് സോഷ്യൽ മീഡിയയില് മൊത്തം സ്റ്റാറാണ് മുത്ത്. കണ്ടാ? പൊടിക്കുഞ്ഞിന്റെ ജീവൻ രക്ഷിച്ച എന്താണ് സംഭവം ഓനെ അറിയുന്നില്ല. അവന് റൂമില് ഡ്രസ്സൊക്കെ കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവധി ദിവസമായിരുന്നു. അങ്ങനെ ഡ്രസ്സെല്ലാം കഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വെളിയിൽ ബഹളം കേട്ടിട്ട് ചെറുക്കൻ എന്താണ് ബഹളം എന്ന് നോക്കുമ്പോൾ താഴെ ആൾക്കാർ എന്നിട്ട് വിളിക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോഴാണ് കുഞ്ഞു തൂങ്ങിക്കിടക്കുന്ന ചെറുക്കൻ കാണുന്നത്. അവസാനം അതെല്ലാം ഇട്ടെറിഞ്ഞുകൊണ്ട് ചാടി ഇറങ്ങി വന്ന് നോക്കിയ പോലീസുകാരനോട് അവൻ പറയുകയും ചെയ്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിക്കോ ഞാനിവിടെ നിൽക്കാന്ന് പറഞ്ഞിട്ട്. അവസാനം ആ പോലീസുകാരൻ പറഞ്ഞു ഓക്കെ നീയും കൂടെ നിന്നോന്ന് പറഞ്ഞിട്ട് അങ്ങനെ രണ്ടുപേരും കൂടെ നിന്ന് കുഞ്ഞ് താഴെ വന്നപ്പോ കണ്ടില്ലേ നമ്മളെ ചെറുക്കനങ്ങ് തൂക്കി കുഞ്ഞിനെ. അല്ലെങ്കിൽ ആ കുഞ്ഞ് വീഴൂലേ? ഇത് മലയാളികളുടെ അഭിമാനം ലോകത്തിൽ എവിടെയും എത്തിക്കും. അതാണ് നമ്മൾ മലയാളികൾ എന്ന് പറയുന്നത്. അപകടമാണോ എന്താണോ അതൊന്നും നോക്കൂല. അപകടമാണ് മനുഷ്യൻ എന്തെങ്കിലും അത്യാവശ്യമായ കാര്യമാണെന്ന് കണ്ടു കഴിഞ്ഞാല് സ്വന്തം ജീവൻ പണയം വെച്ച് മലയാളി മുന്നിട്ടിറങ്ങും. അതിൽ മലയാളിനെ കഴിഞ്ഞാൽ വേറെ ആരും ഉള്ളൂ. പക്ഷെ ഇന്ന് നമ്മളെ മുത്തിനെ ലോക മാധ്യമങ്ങൾ വരെ വാഴ്ത്തുന്നുണ്ട്. നമ്മളെ എത്ര മാധ്യമങ്ങൾ കേരളത്തിൽ ഇത് കാണിച്ചെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ പൊളിയാടാ മുത്തേ, ചങ്ക്. ആ ഇൻട്രോ അങ്ങനെ കൊടുത്തതെന്തെന്നറിയോ? കുറെ ആൾക്കാർ കാണണം. പ്രത്യേകിച്ച് നീ മലപ്പുറം ജില്ലക്കാരനും കൂടിയാണ്. ആ മലപ്പുറത്തിന്റെ പേര് പറയുമ്പോ എന്തെങ്കിലും ഒരു സ്നൂട്ട് കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ വരും. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് മുത്തേ ആ ഇൻട്രോ കൊടുത്തത്. അപ്പൊ മുത്തേ അടിപൊളിയറാ. താങ്ക് യു വെരി മച്ച്. ലവ് യു. ആ സൂപ്പർടാ മുത്തേ.